ഹായ്, ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? ഛത്തീസ്ഗഡിലെ ഒരു ട്രഡീഷണൽ കല്യാണമൊക്കെ കൂടാന്ന് പറഞ്ഞാട്ടോ ഇറങ്ങിയത്. നമ്മുടെ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടില്ലേ? പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം എടുത്ത ലൈഫൊക്കെ കാണാൻ പറ്റും. ഭയങ്കര ഡ്രൈ ആണ്, നിറയെ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നിട്ട് നിറച്ച് പൊടിയാണ്. ആൾക്കാർ എപ്പോഴും ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുഖമൊക്കെ കവർ ചെയ്തിട്ടാണ് ഇതിലേക്കൂടെ പോകുന്നത്. പിന്നെ ഒട്ടുമിക്ക പേരും ഹെൽമെറ്റ് ഒന്നും വെക്കാറില്ല. ഈ പോകുന്ന വഴിക്കാണ് ഈ ഒരു ഗുരുദ്വാര കാണാട്ടോ. നല്ല രസമുണ്ടായിരുന്നു രാത്രി ഇത് കാണാനായിട്ട്. പാതിരാത്രിക്കത്തെ ട്രഡീഷണൽ കല്യാണം കാണാനായിട്ട് പോയതാട്ടോ. പക്ഷെ അതൊന്നും അല്ല നടന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണ റിസപ്ഷന് വേണ്ടിയിട്ട് കേട്ടോ. ഒരു 10, 10:30, 11 മണിക്കൊക്കെയായിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന സത്യം ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ കോൺവെന്റ് കിട്ടുന്ന പോലെ അല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ദാൽ തട്കയും ഈ ജീര റൈസും ഒക്കെ എൻ്റെ അമ്മേ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊതി വരുന്നു. പിന്നെ ഇവളുണ്ടല്ലോ നല്ല അടിപൊളി കൂട്ടുകാരി കേട്ടോ. ഇവളാണെങ്കിൽ എങ്ങനെ ഈ ഫുഡ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇവളുടെ കൂടെ പോയതുകൊണ്ട് ഞാൻ എല്ലാം നല്ലോണം അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ. പിന്നെ നല്ല രസം, അവളുടെ കാര്യം ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കാണാനായിട്ട് വന്നിട്ട് അപ്പോഴത്തേക്കും കല്യാണമൊക്കെ റെഡിയായി, ചെക്കനും പെണ്ണൊക്കെ സെറ്റായി. അങ്ങനെ അവർ മാലയിടിലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളാകെ ടയർഡായി, വയറൊക്കെ നല്ലോണം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വരുന്ന വഴിക്കൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് എല്ലാവരും വരുന്നത്. ഇറങ്ങിയപ്പോഴേക്കും രാത്രി 12 മണിയായി.